നമ്മളെ പുതിയ വീഡിയോ പഴംപൊരി. നാളെ പെരുന്നാൾ. പിന്നെന്താണ് പെരുന്നാളിന്റെ മെനു. പെരുന്നാളാണല്ലോ. അപ്പൊ പെരുന്നാളായിട്ട് നമ്മള് നാളത്തേക്കുള്ള ഐറ്റംസ് ഒക്കെ 3-4 ഐറ്റം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ? ഒരെണ്ണം വന്നിട്ട് ഇന്ന് പഴംപൊരി. ഇന്നിപ്പോ നോമ്പ് തുറക്കാൻ പഴം പൊരിക്കണ്. കട്ട്ലറ്റ് ഉണ്ട്, ചിക്കൻ കട്ട്ലറ്റ് ഉണ്ട്. ചിക്കൻ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട് ചിക്കൻ. ഇവിടെ അത് മന്തിക്കുള്ളത്. അത് മന്തി വരുന്നുണ്ട്. ഇതാ ചിക്കൻ. അത് കുഴപ്പമില്ല. ഇത് ചിക്കൻ ഹലാല, ഹലാൽ ചിക്കൻ. ഇവിടെ ഇങ്ങനെ ഫ്രോസൺ ആ പറഞ്ഞേ. അപ്പ ഒന്ന് വന്നിട്ട് ഇന്ന് പഴംപൊരി, കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ്. 3 വന്നിട്ട് മുട്ട പപ്സ്. 4മത്തെയാണ് മെയിൻ ചിക്കൻ മന്തി. അപ്പൊ ഇതെല്ലാം നാളത്തെ പെരുന്നാളിനുള്ള കാണിച്ചോ. ഷവർമ്മക്കുള്ള കാബേജ് ആണ് ഇത് കാബേജ്. പിന്നെ മുട്ട പപ്സിനുള്ള നമ്മളെ റോള്, പിന്നെ തക്കാളി, പൈനാപ്പിൾ എല്ലാം ആയിട്ട് പഴം അരിഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഓക്കെ, ഒപ്പം വരാം, പരിപാടി കാണാം. ശരി, അരിപ്പൊടി ഇട്ടോ. പഴംപൊരിയുടെ മാവ് കുഴച്ചോണ്ടിരിക്കുന്നു. അതിൽ നമ്മളൊരു സീക്രട്ട് സാധനമാ. പഴംപൊരിയുടെ മാത്രം, വാഴക്കപ്പത്തിന്റെ മാത്രം വീഡിയോ വരുന്ന സമയത്ത് പറയുന്നതാണ്. ഇവിടെ വെച്ചിട്ടല്ലേ അയ്യോ സെറ്റ് സാധനം. പഴംപൊരി ആയിട്ടുണ്ടേ. പഴംപൊരി, വാഴക്കപ്പം. നമ്മള് പഴംപൊരി എന്ന് പറയും. വാഴക്കപ്പം. പൈനാപ്പിൾ കട്ട് ചെയ്യാം. എല്ലാം വേണ്ട, എന്നാലും ഞാൻ എടുത്തുറക്കാൻ വിചാരിച്ചു പുല്ല്. കുനുകുനാന്നരി ചെറുതാക്കിട്ട്. മോനെ ക്യാബേജ് മാതിരി ഒരു അരി ഉണ്ട് കേട്ടോ, വലിപ്പം വേണം. ഓക്കെ. സ്കില്ല് സ്പീഡ്. ഓൻ ഉള്ളിലിരുന്ന് വീഡിയോ എടുക്കണ്ടേ, അവന്റെ സ്കില്ലാണ്. ബോസേ ചിരിച്ചാളാ. ഇങ്ങനെ അടുത്ത മാംഗോ ലസ്സി. അത് റെഡിമെയ്ഡ് വാങ്ങിച്ചതാ, പക്ഷെ താണ്ടേ ലസ്സി. നോമ്പ് തുറക്കാൻ മാംഗോ ലസ്സി. പിന്നെ പൈനാപ്പിൾ ഉണ്ട്, പഴംപൊരി, കട്ട്ലറ്റ് പുറകെ വരുന്നുണ്ട് കേട്ടോ. ആരാ പുറകെ? നമ്മളുണ്ടാക്കും. 2 മിനിറ്റും കൂടെ ഉള്ളു നോമ്പ് കുറിക്കാൻ. കണ്ട കയ്യിൽ പിടിച്ച്. വാഴക്കപ്പം എങ്ങനെ ഉണ്ടാ?
ഒക്കെ സെറ്റ്. അടിപൊളി. നല്ല ക്രിസ്പി ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത എന്താണ്? കട്ട്ലേറ്റ്. കട്ട്ലറ്റ് പെട്ടെന്ന് അരിഞ്ഞ അയല കിട്ടും. അങ്ങനെ ഇങ്ങനെ ഒരു ക്രോസ് ലൈന് അതൊക്കെ എന്തിനാ പൊളിക്കാനോ? വരച്ചിട്ട് ചൂടുവെള്ളത്തിടുക. ഒരു ക്രോസ് ലൈന് വരയ്ക്കുക. ഇങ്ങനെയൊക്കെ ഒരു അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. തൊലി ഇളക്കാൻ എളുപ്പം. എന്നിട്ട് ചൂടുവെള്ളത്തിടുക. ഇത് പോരാണല്ലോ, ആണ് നമ്മളെ നേരത്തെ പറഞ്ഞ സ്കില്ല്. അതാണ് നമ്മളെ എന്റെ സ്കില്ല് കാണിക്കാനുള്ള സമയം. നമുക്ക് ഉള്ളി അരിയാം. മെഷീനിലിട്ടാ പോലും ഈ സ്പീഡ് കട്ട് ചെയ്ത് കിട്ടില്ല. അമൽനാഥ് രഘുനാഥൻ ജിനു. അയ്യോ, സ്പീഡ്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന കാര്യം, ആദ്യമായിട്ട് UK വന്നിട്ട് പണിക്ക് പോകുമ്പോൾ ഇന്റർവ്യൂവിന് പോയെ പറ്റി പറഞ്ഞതാ. ഞാൻ കിച്ചൺ പോട്ടർ ആയിക്കോളാം, പിന്നെ പെട്ടെന്ന് ഉള്ളി അരിഞ്ഞ് കാണിച്ചു തരാം. അപ്പൊ എന്നെ ഷെഫ് ആക്കുന്നത് അവ എന്നെ പറ്റിച്ചു. ശരിക്കും അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. എന്നിട്ട് ബോൺലെസ് ചിക്കൻ ഇടുക, ഉപ്പിടുക, കുരുമുളക്, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് നല്ല രീതിക്ക് വേവിച്ച് റെഡിയാക്കി എടുക്കണം. ഓയിൽ ഒഴിക്കുക. ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴേ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്തിട്ട് പിന്നെയും നന്നായിട്ട് വഴറ്റണം. വഴറ്റി എണ്ണ തെളിയും വരെ വഴറ്റണം. അപ്പോൾ ഗൈസ്, ഉള്ളി വാട്ടണ്, അപ്പുറത്ത് കട്ട്ലേറ്റിനുള്ള ചിക്കൻ വേവണ്, തൊട്ടപ്പുറത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് പുയിങ്ങണ്ടവന്, ഇവിടെ പട്ടി വരയ്ക്കുന്നു, എല്ലാം ഉണ്ട്. മറ്റേ കുക്കിംഗ് തുടങ്ങിയാൽ പിന്നെ തനി കൂറ തിരന്തരാണ്. കണ്ട തോളത്തൊരു തോർത്തൊക്കെ ഇട്ടിട്ട് കൂറ തിരന്തരം അങ്ങനെ പറയരുത്. അങ്ങനെ ചിക്കൻ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. ഇനി അതിനെ നല്ല പോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കേണ്ടി വരും. എന്നിട്ട് ബാക്കി ബാക്കി ഇതിൽ കിടന്നത് ഇനി ഇതിലത്തേക്ക് ചിക്കൻ ഇടാം. ആവുന്ന പണി ചെയ്താൽ മതി. എനിക്കത് കുത്തിയെടുക്കണം. മോനെ കാര്യമൊന്നുമില്ല, അത് ഓഫായി കാണും. കറിവേപ്പില
കരിവേപ്പില കരിവേപ്പില അതിടണം. എന്നിട്ട് ഇച്ചിരി ഉപ്പ്, എന്നിട്ട് അതിലത്തേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. 1/2 സ്പൂൺ തട്ടാണല്ലോ നന്നായിട്ട്. അതൊക്കെ ഒരു അളവാണ്, മനസ്സിലാവില്ല കാരണം നീ കുട്ടിയാണ്. ഒരു 1/2 സ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ആ ഉരുളക്കിഴങ്ങ് വലിയ പണിയുണ്ട്. ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് നല്ല രീതിക്ക് സ്മാഷ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പൊ ഇന്ന് നമ്മള് മസാല മാത്രമല്ലേ ഉണ്ടാക്കണുള്ളൂ, ബാക്കി നാളെ ഇല്ലേ രാവിലെ? യെസ്. ഓക്കെ, നാളെ ഇത് അങ്ങനെ തന്നെ അവിടെ തന്നെ വെച്ചോ, ഒന്നും ചെയ്യണ്ട. ഇതിലിട്ട് മുക്കി പൊരിച്ചാൽ മതിയല്ലോ നാളെ. അപ്പൊ നാളെ കാണാം.